അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൻ്റർഫെറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ റിവിഷനാണ്. ഇതിൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇൻ്റർഫെറൻസിനാണ് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഡിഫ്രാക്ഷൻ അധികം ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ രണ്ടും പഠിക്കണം. അപ്പോൾ ഇൻ്റർഫെറൻസ് ആണ് എന്തായാലും ഇൻ്റർഫെറൻസ് നോക്കിയിട്ട് തന്നെ പോകണം. ഇൻ്റർഫെറൻസ് വിടാൻ പാടില്ല. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 ഡെറിവേഷൻസ് ഇതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. 3 ഡെറിവേഷൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഈ മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ഈ പോർഷൻ പഠിക്കാതെ നമ്മൾ എയർ വെഡ്ജ് പഠിച്ചാലോ ന്യൂട്രൺസ് റിംഗ് പഠിച്ചാലോ നമുക്ക് അധികം ക്ലിക്ക് ആവത്തില്ല. അതേസമയം നമ്മൾ ഈ ഒരു തിൻ ഫിലിം വളരെ കൃത്യമായിട്ട് പഠിക്കാമെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇത് ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ തിൻ ഫിലിം ആയാലും ശരി, ന്യൂട്രൺസ് റിംഗ് ആയാലും ശരി, എയർ വെഡ്ജ് ആയാലും ശരി, മൂന്നിൻ്റെയും പാറ്റേൺ സെയിം ആണ്. ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പിൻ്റെ വേരിയേഷൻസ് വരുമ്പോൾ ഉള്ള ചില വേരിയേഷൻസ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തിൻ ഫിലിം നന്നായിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ബാക്കി 2 ഡെറിവേഷൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ എഴുതിയേക്കുന്നത്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഫിഗറിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തിൻ ഫിലിമിൻ്റെ ഇൻ്റർഫെറൻസ്, പിന്നെ അതിൽ നിന്ന് വരുന്ന കൊസൈൻ ലോ ഡിറൈവ് ചെയ്യുക, മാക്സിമം ആൻഡ് മിനിമയുടെ കണ്ടീഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു അപ്പം നമുക്ക് തിൻ ഫിലിമിൻ്റെ ഇൻ്റർഫെറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ തിൻ ഫിലിം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ തിൻ ഫിലിമിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തിൻ ഫിലിം. തിക്നെസ് T ആണ്. പുറത്ത് എയർ ആണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ തിൻ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N2 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയമാണല്ലോ എയറും ഗ്ലാസും. ഇനി ഇതിൻ്റെ പുറത്തും എയർ ആണ് കേട്ടോ. അപ്പോൾ N1 N2, പിന്നെ ഇവിടെ പുറത്ത് എയർ. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് നമ്മുടെ തിൻ ഫിലിമിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. എയറിൽ നിന്നും ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് വരുന്നു. AB എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ്. ഇതിവിടെ വന്ന് വീണ് കഴിയുമ്പം പാർട്ട് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഈ ഇൻസിഡൻറ്റിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് BC, അതാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഒരു പാർട്ട് BD എന്ന് പറയുന്നത് റിഫ്രാക്റ്റ് ചെയ്യുന്നു. റിഫ്രാക്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ മീഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ബെൻഡിങ് ഓഫ് ദി ലൈറ്റ് ഇവിടെ റിഫ്രാക്റ്റ് ചെയ്യുന്നു. എഗെയിൻ ഈ റിഫ്രാക്ട് ചെയ്ത ലൈറ്റ് വന്ന് നമ്മുടെ ഇന്റർഫേസിൽ വന്ന് ടച്ച് ചെയ്യുന്നു. ഗ്ലാസിന്റെ ഈ ഒരു ഇന്റർഫേസിൽ വന്ന് ടച്ച് ചെയ്യുന്നു. എഗെയിൻ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ആ പാർട്ട് ഓഫ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. അതാണ് DE എന്ന് പറയുന്ന പാർട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. DH എന്ന് പറയുന്ന പാർട്ട് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇറങ്ങി വരുന്നു. ഇനിയും ഈ DE വീണ്ടും ചെന്ന് നമ്മുടെ ഈ ഇന്റർഫേസിൽ ടച്ച് ചെയ്യും. എഗെയിൻ ആ പാർട്ട് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇയിൽ നിന്ന് ഒരു പാർട്ട് ഓഫ് ലൈറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന വരുന്നുണ്ട്. ഈ F എന്ന് പറയുന്ന ഒരു റേ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കൊണ്ട്, അല്ലെ, റിഫ്രാക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇന്റർഫറൻസ് ചെയ്യാൻ പോകുന്നത് ഈ പുറത്ത് ഉള്ള ലൈറ്റ് BC എന്ന് പറയുന്ന ഓൾറെഡി ആദ്യമേ റിഫ്ലക്ട് ചെയ്ത് പോയ ലൈറ്റും ഈ F എന്ന് പറയുന്ന ഈ ലൈറ്റ് റേസുകൾ തമ്മിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യിക്കുന്നു. ഇന്റർഫിയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന പാറ്റേൺ, അതിന്റെ കണ്ടീഷൻസ്, കൊസൈൻ ലോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഫിഗർ ക്ലിയർ ആയല്ലോ. അപ്പം നമുക്കറിയാം, നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, BC എന്ന് പറയുന്ന ഈ ലൈറ്റ് റേയും ഈ F എന്ന് പറയുന്ന ലൈറ്റ് റേയും കൂടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ട്, അല്ലേ? കാരണം AB-യുടെ ഒരു ചെറിയ പാർട്ട് BC ആയിട്ട് അപ്പം തന്നെ റിഫ്ലക്ട് ചെയ്ത് പോയതാണ്. പക്ഷേ ഇത് വീണ്ടും അകത്ത് കയറി ഇവിടെ വീണ്ടും റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഒക്കെ നടന്നിട്ട് ഇറങ്ങി വന്ന ഒരു ലൈറ്റ് റേ ആണ് EF. അപ്പോൾ സ്വാഭാവികമായിട്ടും BCക്കും EFന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു ജോമെട്രിക്കൽ ആയിട്ട് ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ട്. ആ പാത്ത് ഡിഫറൻസ് ആണ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം പാത്ത് ഡിഫറൻസ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. BD + DE - BM എന്ന് പറഞ്ഞാൽ നമ്മുടെ EFന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, അത് എക്സ്ട്രാ എത്ര പാത്ത് സഞ്ചരിച്ചു? BD + DE എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പാത്ത് സഞ്ചരിച്ചു. പിന്നെ BC എന്ന് പറയുന്ന നമ്മുടെ റേയോ, BC എന്ന് പറയുന്ന റേക്ക് എക്സ്ട്രാ ഉള്ള പാത്ത് എന്ന് പറയുന്നത് BN ആണ്. കണ്ടോ, നിങ്ങൾ ഈ നോർമൽ നോക്കിയാൽ മതി. NE എന്ന് പറയുന്ന ഈ ഒരു നോർമൽ ലൈൻ തൊട്ടിട്ട് ഈ F NC കണ്ടോ, ഇത്രയും ഭാഗം നമ്മുടെ ലൈറ്റ് റേ വളരെ സെയിം ആയിട്ടാണ് പോകുന്നത്, പാരലൽ ആയിട്ടാണ് പോകുന്നത്.
പക്ഷെ അതിന് മുമ്പ് ആണ് പാത്ത് ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ബി സിയുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ബി എൻ ആണ്. ആൻഡ് ഇ എഫിന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ബി ഡി പ്ലസ് ഡി ഇ ആണ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ പാത്ത് മൈനസ് ചെറിയ പാത്ത് ചെയ്തു. അപ്പോൾ ബി ഡി പ്ലസ് ഡി ഇ മൈനസ് ബി എൻ നമ്മൾ ചെയ്തു. അതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ്. അപ്പം നമ്മൾ ജിയോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് ആണ് നോക്കിയത്. ഇനിയും ഇതൊരു മീഡിയത്തിനകത്താണല്ലോ നടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്, കാരണം അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടെ ഒക്കെ വെച്ചിട്ട് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നോക്കുമ്പം ബി ഡി പ്ലസ് ഡി ഇ എന്ന് പറയുന്നത് ഗ്ലാസിനുള്ളിലത്തെയാണ്. അതുകൊണ്ട് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ഇവിടെ ഞാൻ ജസ്റ്റ് മ്യൂ ആയിട്ടങ്ങ് റെപ്രസെന്റ് ചെയ്യുന്നു. മ്യൂ എന്ന് നമ്മൾ കൊടുത്തു. ഇനിയും ബി എൻ എന്ന് പറയുന്നത് എയറിലുള്ള പാർട്ട് ഓഫ് ലൈറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 1 ആയിട്ട് എടുത്തു. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്തായി? ബി ഡി പ്ലസ് ഡി ഇ ഇൻറ്റു മ്യൂ മൈനസ് ബി എൻ ഇൻറ്റു 1 ആയി, കാരണം എയറിൻ്റെത് 1 ആയതുകൊണ്ട്. ഇനിയും നിങ്ങൾ ഈ ഫിഗർ ക്ലിയർ ആയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ബി ഡി എന്ന് പറയുന്നതും ഡി ഇ എന്ന് പറയുന്നതും സെയിം തന്നെയാണ് അല്ലേ? നമുക്കറിയാം ഇൻസിഡൻറ്റും റിഫ്ലക്ഷൻ. നമ്മൾ ഇവിടെ ഇപ്പം ഇതൊരു ഇൻസിഡൻറ്റ് റേ ആയിട്ടും ഇത് റിഫ്ലക്റ്റഡ് റേ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും സെയിം ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ ബി ഡിയും ഡി ഇയും സെയിം ആണെന്ന് പറയാം. സോ ബി ഡി ഈസ് ഈക്വൽ ടു ഡി ഇ ആയിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? നമ്മുടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഡെൽ ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി ഇ. ബി ഡിയും ഡി ഇയും സെയിം ആണ്. അപ്പോൾ നമുക്ക് അതിനെ 2BD എന്ന് എഴുതാമല്ലോ. 2BD മ്യൂ മൈനസ് ബി എൻ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഡെല്ലിനകത്ത് നമുക്ക് 2 ബി ഡിന്നും ബി എൻ എന്നും കിടപ്പുണ്ടല്ലോ, അതങ്ങനെ ഇട്ടാൽ നമുക്ക് പറ്റത്തില്ല. നമുക്കതിനൊരു മാത്തമാറ്റിക്കൽ ഫോർമുല ആക്കണം. അപ്പോൾ ബി ഡിനെയും ബി എന്നിനെയും മാറ്റണം. നമുക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ഇതിൻ്റെ ടേംസിൽ, തിക്നെസ്സിൻ്റെയോ അങ്ങനെ എന്തിൻ്റെങ്കിലും ടേംസിൽ നമുക്ക് മാറ്റണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഫിഗർ റെഫർ ചെയ്തോണം, കാരണം നമ്മൾ ആ ഫിഗർ വെച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ആൽഫബറ്റിക് ലെറ്റേഴ്സ് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ട്രയാങ്കിൾ ബി എം ഡി കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ബി എം ഡിക്കകത്ത് കോസാർ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കോസാർ എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദറ്റ് ഈസ് ഡി എം ബൈ ബി ഡി എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബി ഡി ഈസ് ഈക്വൽ ടു കിട്ടുമല്ലോ. നമുക്ക് ബി ഡി അല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ബി ഡി ഈസ് ഈക്വൽ ടു ഡി എം ബൈ കോസാർ എന്ന് കിട്ടും. ഡി എം എന്ന് പറയുന്നത് നിങ്ങളെ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം, നമ്മുടെ തിക്നെസ്, ഫിലിമിൻ്റെ തിക്നെസ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. സോ ബി ഡി ഈസ് ഈക്വൽ ടു ഡി കോസാർ. അപ്പോൾ കിട്ടി. അപ്പോൾ ബി ഡിയെ നമുക്ക് എന്തെങ്കിലും ഒരു ഫോമായിട്ട് മാറ്റണമായിരുന്നു. ഇപ്പോൾ ബി ഡി ഈസ് ഈക്വൽ ടു നമുക്ക് ഡി കോസാർ കിട്ടിയല്ലോ. ഇനി അടുത്ത ആളെയാണ് നമുക്ക് മാറ്റേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾ ബി എൻ ഇ കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ ബി എൻ ഇക്കകത്ത് ബി എൻ വരണമെങ്കിൽ നമുക്ക് സൈൻ ഐ എടുക്കണം. സൈൻ ഐ എടുക്കുമ്പം നമുക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ബി എൻ ബൈ ഡി, കോസ് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സൈന് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ബി എൻ ബൈ ബി ഇ എന്ന് കിട്ടും. സോ ബി എൻ ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് എന്തോ എഴുതാം? ബി ഇ സൈൻ ഐ. പക്ഷേ നമുക്കിനി ബി ഇ എന്തുവാന്ന് അറിയത്തില്ല. അപ്പോൾ ബി എൻ നമുക്ക് കിട്ടി, ബി ഇ സൈൻ ഐ കിട്ടി. പക്ഷേ ഇവിടെ ബി ഇ എന്തുവാന്ന് ഇനി അറിയത്തില്ല. ബി ഇക്ക് നമുക്ക് നേരത്തെ ഇപ്പം ടി ബൈ കോസാർ എന്ന് ബി ഡിക്ക് കിട്ടിയില്ലേ, പക്ഷെ അതുപോലൊരു സംഭവം നമുക്ക് കിട്ടിയില്ല. സൈൻ ഐ ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ബി ഇ കിടപ്പുണ്ട്. ബി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്ക് ബി ഇയും കൂടെ ഒന്ന് മാറ്റാം. അപ്പോൾ ബി എന്ന് പറയുന്നത് നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ അറിയാം, ഒരു ലൈൻ ഉണ്ട്, അവിടെ എം എന്ന് പറയുന്ന ഒരു മിഡ് പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഇനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ബി എം പ്ലസ് എം ഇ ആയിട്ട് എഴുതാം, കാരണം എം മിഡ് പോയിന്റ് ആയതുകൊണ്ട്. പിന്നെ മിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഈക്വൽ ആയിരിക്കും, ബി എമ്മും എം ഇയും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ബി എ നമുക്ക് എങ്ങനെ എഴുതാം? 2BM ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ബി എൻ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 2BM സൈൻ ഐ. കണ്ടോ? അപ്പം നമുക്ക് അതും കിട്ടി. ഇവിടുന്ന് നമുക്കിനി എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബി എം എന്ന് പറഞ്ഞിട്ട് കിട്ടിയായിരുന്നല്ലോ. എഗെയിൻ ബി എമ്മും നമുക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ. എഗെയിൻ നമ്മൾ ബി എമ്മിന് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ബി എമ്മിന് വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കിൾ ബി എം ഡി കൺസിഡർ ചെയ്യുന്നു. അതിനകത്തുനിന്ന് ടാൻ ആർ നോക്കുന്നു. ടാൻ ആർ അപ്പം നമുക്ക് ബി എം ബൈ ഡി എം എന്ന് കിട്ടും.
ഫൈനലി ബി എം ഇസ് ഈക്വൽ ടു സോ ഡി എം ടാൻ ആർ എന്ന് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. ദറ്റ് ഈസ് ബി എം ഇസ് ഈക്വൽ ടു ഡി എം ഓൾറെഡി നമുക്കറിയാം. ഡി എം എന്ന് പറയുന്നത് തിക്നെസ് ആയിരുന്നു അല്ലേ, നമ്മുടെ ഫിലിമിന്റെ തിക്നെസ് ആണ്. സോ ടി എന്ന് കൊടുത്തു, ടാൻ ആർ കിട്ടി. അപ്പോൾ ഫൈനലി നമുക്ക് ഒരു ആൽഫബറ്റ്സ് ഒക്കെ മാറിയിട്ട് ഒരു ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ബി എൻ ഇസ് ഈക്വൽ ടു 2t ടാൻ ആർ. 2 ബി എം സൈൻ ഐ എന്നായിരുന്നല്ലോ, ബി എം എന്ന് പറയുന്നത് ടി ടാൻ ആർ വന്നു. അപ്പോൾ 2t ടാൻ ആർ സൈൻ ഐ കിട്ടി. എഗെയിൻ നമുക്ക് പ്രശ്നമുണ്ട്. ഒരു ഇക്വേഷൻ അത് നമുക്ക് ഒന്നെങ്കിൽ ഐയുടെ ടേംസിലായിരിക്കണം അല്ലെങ്കിൽ ആറിൻ്റെ ടേംസിലായിരിക്കണം. രണ്ടും കൂടെ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്നെൽസ് ലോ നമുക്ക് കൺസിഡർ ചെയ്യാം. സ്നെൽസ് ലോ എന്താ പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ എന്നാണ് പറയുന്നത് അല്ലേ. സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് വിളിക്കുക. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സൈൻ ഐ ഇസ് ഈക്വൽ ടു മ്യൂ സൈൻ ആർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയും ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സൈൻ ഐക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ബി എൻ ഇസ് ഈക്വൽ ടു 2t ടാൻ ആർ മ്യൂ സൈൻ ആർ എന്ന് നമുക്ക് കിട്ടും. സോ ബി എൻ ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി സൈൻ ആർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബി എൻ ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി ടാൻ ആറിനെ നമുക്ക് സൈൻ ആർ ബൈ കോസ് ആർ എന്ന് എഴുതാമല്ലോ. ഇവിടെ ഓൾറെഡി ഒരു സൈൻ ആർ കിടപ്പുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ സൈൻ സ്ക്വയർ ആറായി. അപ്പം ഇതാണ് ഇക്വേഷൻ നമ്പർ 7. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 and 7 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാം, നമ്മുടെ ഫൈനൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. നമ്മൾ ആദ്യം എടുത്ത ഇക്വേഷൻ, അപ്പോൾ സെക്കൻഡ് ഇക്വേഷനും 7th ഇക്വേഷനും കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക്, ദാറ്റ് ഈസ് പാത്ത് ഡിഫറൻസ്, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഡെല്ലിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡെൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2 മ്യൂ ടി ബൈ കോസ് ആർ മൈനസ് 2 മ്യൂ ടി സൈൻ സ്ക്വയർ ആർ ബൈ കോസ് ആർ എന്ന് കിട്ടി. ഇവിടെ ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, ഡെൽ ഇസ് ഈക്വൽ ടു കോമൺ ഡിനോമിനേറ്റർ ആക്കി എഴുതി 2 മ്യൂ ടി മൈനസ് 2 മ്യൂ ടി സൈൻ സ്ക്വയർ ആർ ബൈ കോസ് ആർ എന്ന് എഴുതി. 2 മ്യൂ ടി രണ്ടിടത്തും കോമൺ ഉണ്ട്, കോമൺ എടുത്തു, 1 മൈനസ് സൈൻ സ്ക്വയർ ആർ കിട്ടി. ഇനി നമുക്കൊരു ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ സൈൻ സ്ക്വയർ ആർ പ്ലസ് കോസ് സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് സൈൻ സ്ക്വയർ ആർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ആർ എന്ന് കിട്ടും. അപ്പം ഡെൽ ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് സ്ക്വയർ ആർ ബൈ കോസ് ആർ കിട്ടും. കട്ട് ചെയ്യും, അപ്പം 2 മ്യൂ ടി കോസ് ആർ എന്ന് വരും. നോക്കിക്കോ, ഡെൽ ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ. ഇതിനെയാണ് കൊസൈൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ ഇസ് നോൺ ആസ് കൊസൈൻ ലോ. പക്ഷേ ഇനി ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് നോക്കി, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നോക്കി, പക്ഷേ ഇവിടെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ചിട്ട് ഒരു ഫേസ് റിവേഴ്സൽ ഉണ്ടാവും എന്നാ പറയുന്നത് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ലൈറ്റ് റേ വന്നു, ഇന്റർഫേസിൽ വന്ന് ടച്ച് ചെയ്ത് അത് ഉള്ളിലോട്ടൊന്നും കയറാതെ തന്നെ എന്ത് ചെയ്തു, അത് പുറത്തേക്ക് വന്നു, ഒരു പാർട്ട് ഉള്ളിൽ വന്നു. അപ്പൊ ഓൾറെഡി ആ പുറത്തേക്ക് പോയ ആ ലൈറ്റ് അവിടെ കിടപ്പുണ്ട് അല്ലെ. അതിനെയും വേറൊരാളെയും കൂടിയാണ് നമ്മൾ ഇന്റർഫിയർ ചെയ്യിപ്പിച്ചത്. മറ്റേ ലൈറ്റ് റേ എന്താ ചെയ്യുന്നത്, അകത്ത് കയറി റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഒക്കെ ശേഷം വന്ന ലൈറ്റ് റേയുമായിട്ടാണ്. അപ്പൊ എന്തായാലും ആ രണ്ട് ലൈറ്റ് റേസിന്റെ ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ ഒരാൾ ദേ ഇങ്ങനത്തെ ഒരു വേവ് ആണെങ്കിൽ മറ്റേ ആളെന്ന് പറയുന്നത് 360 ഡിഗ്രി തിരിഞ്ഞിട്ട് ഒരു ഫേസ് റിവേഴ്സൽ ഉള്ള ഒരാളായിരിക്കും. അതും കൂടി നമ്മളിവിടെ വരണം. ഓക്കെ, അപ്പം അതും കൂടി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആക്ച്വൽ പാത്ത് ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് എഴുതാം, ഡെൽ ഇസ് ഈക്വൽ ടു 2BD മ്യൂ മൈനസ് 2n പ്ലസ് ലാംഡ ബൈ 2 എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ പാത്ത് ആര് സഞ്ചരിച്ചു എന്നാ പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് വേവിന് ഒരു എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് അല്ലെങ്കിൽ അതൊരു എക്സ്ട്രാ പാത്ത് കവർ ചെയ്തു എന്നുള്ളത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ BN മാറ്റിയിട്ട് എന്താവും, BN പ്ലസ് ലാംഡ ബൈ 2 എന്നുള്ള ഒരു ടേമും കൂടിയിട്ട് അവിടെ വരും. കാരണം അതൊരു എക്സ്ട്രാ പാത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ഫേസ് റിവേഴ്സൽ ഉണ്ടാവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ലെക്ചേഴ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ലാംഡ ബൈ 2 എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഫേസിന്റെ ഇത്ര ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പാത്തിന്റെ ഇത്ര ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഡെൽ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എല്ലാം ആയി. ജോമെട്രിക്കൽ പാത്ത് നോക്കി, ഒപ്റ്റിക്കൽ പാത്ത് നോക്കി, പിന്നെ ലൈറ്റിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ട് ഫേസ് റിവേഴ്സലും മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് ഡെൽ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക്. ഇനി നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. ഓൾറെഡി നമ്മൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 ബി ഡി മൈനസ് ബി എൻ ആ മ്യൂ അല്ലേ, അത്രയും ടേമിനാണ് നമ്മൾ കൊസൈൻ ലോ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ അതിൻ്റെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു ടേമും കൂടെ വന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി. അപ്പോൾ 2 ബി ഡി മ്യൂ മൈനസ് ബി എൻ മൈനസ് ലാംഡ ബൈ 2 എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അത് നമ്മൾ എഴുതി വെച്ചു. ഇക്വേഷൻ നമ്പർ 8 എന്ന് പറഞ്ഞ് എഴുതി. ഓൾറെഡി നമ്മൾ കൊസൈൻ ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 ബി ഡി മ്യൂ മൈനസ് ബി എൻ, ഇതിനെ 2 മ്യൂ ടി കോസാർ ആണെന്നുള്ളത് കൊസൈൻ ലോ വരെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിനകത്ത് ഒരു മൈനസ് ലാംഡ ബൈ 2 കൂടെ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഡെൽ ഇസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസാർ മൈനസ് ലാംഡ ബൈ 2. അപ്പോൾ കൊസൈൻ ലോയിൽ വന്നിട്ട് നിർത്തി പോവരുത്. കൊസൈൻ ലോ കൂടാതെ ഒരു ലാംഡ ബൈ 2 കൂടി ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് വെക്കണം. ഈ ലാംഡ ബൈ 2 ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ കംപ്ലീറ്റ്ലി തെറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് തിൻ ഫിലിമിൻ്റെ ഇൻ്റർഫറൻസ്, പിന്നെ അതുപോലെ തന്നെ കൊസൈൻ ലോ. ഇനി ഇതിനകത്ത് ഒരു കാര്യവും കൂടെ വരുന്നുണ്ട്, ബ്രൈറ്റും ഡാർക്കും മാക്സിമ ആൻഡ് മിനിമയുടെ കണ്ടീഷൻ, അതുകൂടെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് കണ്ടീഷൻ ഫോർ മാക്സിമ അല്ലെങ്കിൽ മിനിമ, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കറിയാം എപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ജനറൽ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഒപ്റ്റിക്കൽ ഡിഫറൻസ്, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ വരുവാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. ഡെൽ ഇസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ ജനറൽ ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയത്, 2 മ്യൂ ടി കോസാർ മൈനസ് ലാംഡ ബൈ 2. അപ്പോൾ നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് ഡെല്ല് കിട്ടി, ഡെല്ല് എൻ ലാംഡ ആണെന്നും കിട്ടി, ഡെല്ല് 2 മ്യൂ ടി കോസാർ മൈനസ് ലാംഡ ബൈ 2 ആണെന്നും നമുക്കറിയാം. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ തിൻ ഫിലിമിൻ്റെ കേസിലുള്ള മാക്സിമയുടെയും മിനിമയുടെയും കണ്ടീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ 2 മ്യൂ ടി കോസാർ മൈനസ് ലാംഡ ബൈ 2 ഈസ് ഈക്വൽ ടു എൻ ലാംഡ. 2 മ്യൂ ടി കോസാർ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ 2 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ സെയിം ആക്കുക, ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 മ്യൂ ടി കോസാർ ഇസ് ഈക്വൽ ടു ജസ്റ്റ് 2നെ ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ലാംഡ കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പം നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വരും കേട്ടോ, 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 എന്ന് കിട്ടും. വേർ എൻ എന്ന് പറയുന്നത് 1, 2, 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഓരോ ബ്രൈറ്റ് റിങ് ഫ്രിഞ്ചസിൻ്റെയും എന്ത് കിട്ടും, വാല്യൂസ് നമുക്ക് കിട്ടും. അതുപോലെ ഡിസ്ട്രക്റ്റീവ് നോക്കാനും എളുപ്പമാണ്. ഡെൽ ഇസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 ആണ്. അതും നമ്മുടെ ഇവിടുത്തെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ആയ 2 മ്യൂ ടി കോസാർ മൈനസ് ലാംഡ ബൈ 2 കൂടി ഇക്വേറ്റ് ചെയ്തു. ഇവിടെ മൈനസ് ലാംഡ ബൈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, പ്ലസ് ലാംഡ ബൈ 2 ആയി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2n ലാംഡ ബൈ 2 വരും, പ്ലസ് ലാംഡ ബൈ 2 വരും, ഈ മൈനസ് ലാംഡ ബൈ 2 ഇപ്പുറത്തോട്ട് പോയതും കൂടെ ആകുമ്പോൾ പ്ലസ് ലാംഡ ബൈ 2. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും 2 ലാംഡ ബൈ 2 ആവും. ലാംഡ ബൈ 2 പ്ലസ് ലാംഡ ബൈ 2 2 ലാംഡ ബൈ 2. ഇവിടുത്തെ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി, അപ്പോൾ എൻ ലാംഡ വരും. ഇനിയും ഇവിടെ ഡിനോമിനേറ്ററൊക്കെ കോമൺ എടുത്ത് കട്ടൊക്കെ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലാംഡ ഇൻറ്റു n+1 എന്ന് കിട്ടും. സോ 2 മ്യൂ ടി കോസാർ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു n+1 ആണ് തിൻ ഫിലിമിൻ്റെ കേസിൽ ബ്രൈറ്റ് കിട്ടാനുള്ള, അല്ലെങ്കിൽ ബ്രൈറ്റ് അല്ല ഡാർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3 വെക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ് അങ്ങനെ അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ ഇത്രയും ഒരു ഫുൾ ഡെറിവേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന്, ഇൻ്റർഫറൻസ് ഡെറിവേഷൻ ചെയ്തു, പാത്ത് ഡിഫറൻസ്, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചു, അതാണ് കൊസൈൻ ലോ. പിന്നെ കണ്ടീഷൻ ഫോർ മാക്സിമ ആൻഡ് മിനിമം. ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ടെണ്ണവും നമുക്ക് വളരെ ഈസി ആയി. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ന്യൂട്ടൺസ് റിംഗ് ആണ്. ന്യൂട്ടൺസ് റിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഇതിനകത്ത് രണ്ട് ആപ്ലിക്കേഷൻസ് കയറി വരുന്നുണ്ട്.
അപ്പം ഇവിടെ ജസ്റ്റ് നമുക്ക് അറേഞ്ച്മെന്റ്സിന് ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഇൻഡിഫറൻസ് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ തിൻ ഫിലിം മാറ്റിയിട്ട് ഇവിടെ ഇപ്പം നമ്മളൊരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിൻ്റെ താഴെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, ഒരു ഗ്യാപ്പ് ഫോം ചെയ്തു അല്ലേ. ഇവിടെ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് വെച്ച് നോക്കാം, അത് ആപ്ലിക്കേഷനകത്ത് നമ്മൾ പറയും. ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ ഒന്നും പ്ലേസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളിപ്പം എയർ ഫിൽഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പം ഇതാണ് ന്യൂട്ടൺസ് റിങ്ങിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ തിൻ ഫിലിമിനകത്ത് പറഞ്ഞതുപോലെ ലൈറ്റ് വരുന്നു, പാർട്ട് ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റ് റിഫ്രാക്റ്റ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ 2 ലൈറ്റ് റേസ് എടുത്തിട്ട് നമ്മൾ അതിനെ ഇന്റർഫിയർ ചെയ്യിപ്പിക്കുന്നു. കണ്ടീഷൻസ് മാക്സിമം മിനിമയുടെ കണ്ടീഷൻസ് നോക്കുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ മറ്റിടത്തുനിന്നും ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിൻ ഫിലിമിൻ്റെ കേസിൽ നമുക്ക് ഫ്രിഞ്ചസ് അല്ലേ, ബ്രൈറ്റ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡുകളാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്ലാനോ കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് റിങ് ആയിരിക്കും. ദേ കണ്ടോ, ഇവിടെ ഞാൻ കാണിച്ചത് കണ്ടോ, ഒരു ബ്രൈറ്റ് പിന്നെ ഒരു ഡാർക്ക് റിങ്, ബ്രൈറ്റ് റിങ് ഡാർക്ക് റിങ്, ഇങ്ങനെ നമുക്ക് റിങ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ ഡെറിവേഷൻസ് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിൻ ഫിലിമിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോഴത്തേന് ഷേപ്പ് മാറുമ്പോൾ ഉള്ള ചെറിയ വേരിയേഷൻസേ ഉള്ളൂ നമ്മുടെ ഡെറിവേഷനകത്ത്. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലാനോ കോൺകേവ് ലെൻസ് ആണ്. അതാണ് കണ്ടോ, ലെൻസിൻ്റെ താഴെ ഗ്ലാസ് പ്ലേറ്റ് ഇരിക്കുന്നു. ഇതിൽ നിന്ന് വേണം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി നോക്കാൻ വേണ്ടിയിട്ട്. ഇത് റേഡിയസ് ആണ്, ഇതൊക്കെ നോക്കിക്കോണം കേട്ടോ, ഞാൻ അതിൽ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. റേഡിയസ് ഒക്കെ നോക്കുക. അപ്പം നമുക്ക് ഒരു മാത്സിൽ ഒരു ഇതുണ്ട്, ജോമെട്രിയിൽ ഒരു ഇതുണ്ട്, വെൻ ടു കോഡ്സ് ഇന്റർസെക്ട് ദ പ്രോഡക്റ്റ് ഓഫ് ബൈസെക്ട്സ് ആർ ഈക്വൽ. 2 കോഡുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പം ബൈസെക്റ്റുകളുടെ പ്രോഡക്റ്റുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോഡ് ഏതൊക്കെയാണ്? ഇത് ഒന്നാമത്തെ കോഡ്, ഡി ഒ എന്ന് പറയുന്ന ഒരു കോഡും എ ബി എന്ന് പറയുന്ന കോഡും ഇവർ തമ്മിൽ എന്ത് ചെയ്യുക, ബൈസെക്ട് ചെയ്യുക അല്ലേ, രണ്ടും തമ്മിൽ കട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റുകൾ സെയിം ആണ്, ബൈസെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ സി ഇൻറ്റു സി ബി ഈസ് ഈക്വൽ ടു എന്താ, ഡി സി ഇൻറ്റു സി ഒ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയെല്ലാം ഇവിടുന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് സി ബി എന്ന് പറയുന്നത് നമുക്കറിയാം ആറാണ്, സെൻറ്റർ പോയിന്റിൽ നിന്നും ഇവിടെ അറ്റം വരെയുള്ള നീളം. ഓക്കെ, അത് ആറായിട്ട് നമ്മളിവിടെ എടുത്തു. ഓക്കെ, എ സി എന്ന് പറയുന്നതും ആറാണ് ആണല്ലോ. സി ബി എന്ന് പറയുന്നത് ആറാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബൈസെക്ട് ചെയ്യുന്ന 2 കോഡുകളല്ലേ, അപ്പം നടുക്കൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഈക്വൽ ആയിരിക്കും. അപ്പം സി ബിയും എ സിയും ഈക്വൽ ടു ആറാണെന്ന് നമുക്ക് എഴുതാം. സോ ആർ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഡി സി ഇൻറ്റു സി ഒ എന്ന് നമുക്ക് എഴുതാം. ഇനി ഡി സിയും സി ഒയും എന്താണെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയത്തില്ല, അത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. സോ ഡി സിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി സി എന്ന് പറയുന്നത് ഡി ഒ നമുക്കറിയാം കണ്ടോ, ഈ ഫുൾ ലെങ്ത് ആണ് ഡി ഒ. അങ്ങനെയാണെങ്കിൽ ഡി സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സി ക്യാൻ ബി റിട്ടൺ ആസ് ഡി ഒ മൈനസ് സി ഒ അല്ലേ, ഡി ഒ മൈനസ് സി ഒ എന്ന് നമുക്ക് ഡി സിനെ എഴുതാം. ഇനി ഇതിനകത്ത് ഡി ഒ എന്ന് പറയുന്നത് എന്താ, 2r ആണ് അല്ലേ. ഇവിടം തൊട്ട് ഇവിടം വരെ 6, ഇവിടം തൊട്ട് ഇവിടം വരെ 6, അപ്പോൾ r പ്ലസ് ആർ 2r ആണ്. ഇവിടെ നോക്കിയാൽ മതി, ഞാൻ ഇവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെന്റർ പോയിന്റ്, ഇവിടെ നിന്ന് ഇവിടം വരെ 6, ഇവിടെ നിന്ന് ഇവിടം വരെ 6, അപ്പോൾ മൊത്തം 2r. അപ്പോൾ ഡി ഒ എന്ന് പറയുന്നത് 2r ആണ്. ദറ്റ് ഈസ് ദ ഡയമീറ്റർ അല്ലേ, 2 ടൈംസ് റേഡിയസ് ഡയമീറ്റർ ആണ്. മൈനസ് സി ഒ എന്ന് പറയുന്നത്, സി ഒ നിങ്ങളൊന്ന് നോക്കിക്കേ, സി ഒ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? തിക്നെസ് അല്ലേ, നമ്മുടെ ആ പ്ലാനോ കോൺകേവ് ലെൻസിന്റെ തിക്നെസ് അല്ലേ, സി തൊട്ട് ഒ വരെ എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് അല്ലേ, ടി ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം 2r മൈനസ് ടി എന്ന് കിട്ടി. അപ്പം ഡി സിയും കിട്ടി, സി ഒയും കിട്ടി. ഡി സി എന്ന് പറയുന്നത് ഡി ഒ മൈനസ് സി ഒ ആണ്, ദറ്റ് ഈസ് 2r മൈനസ് ടി ഇൻറ്റു സി ഒ എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2r മൈനസ് ടി ഇൻറ്റു ടി എന്ന് കിട്ടി. ഓക്കെ, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2r ടി മൈനസ് ടി സ്ക്വയർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നോക്കിയാൽ മതി, 2r ടി എന്ന് പറയുന്നത് ടി സ്ക്വയറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ടി സ്ക്വയറിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2r ടി എന്ന് പറയുന്ന ഒരു സിംഗിൾ വാല്യൂയിലേക്ക് നമുക്ക് എത്തും. ഇതിന് 2t എന്ന് പറയുന്നത് ആർ സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഇതിനകത്ത് ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷൻ നമ്പർ. ഇനിയാണ് ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി അടുത്തത് നമ്മൾ കൊസൈൻ ലോയിലേക്ക് വരുക. കൊസൈൻ ലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു,
2 mu t cos r ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് വന്ന് വീഴുന്നത് നോർമൽ ആയിട്ടാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എന്ന് ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർലി എന്നല്ല, നോർമലിന് പാരലൽ ആയിട്ട് അല്ലേ, നേരെയാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ r ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് 0 ആണ്. സോ r is equal to 0 എന്ന് എടുക്കാം. അതുകൊണ്ട് തന്നെ cos 0 എന്ന് പറയുന്നത് 1 ആണ്. cos r is equal to 1 വരും. കാരണം r എന്ന് പറയുന്നത് 0 ആണല്ലോ, ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ഡെൽ is equal to 2 mu t cos r നകത്ത് ലൈറ്റ് ഇൻസിഡൻ്റ് ആയിട്ട് വരും, നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡെൽ is equal to 2 mu t എന്നങ്ങ് പറയാം. ബിറ്റ്വീൻ ദ പ്ലാനോ കോൺകേവ് ലെൻസ് നമ്മൾ കണ്ടായിരുന്നു. ആ പ്ലാനോ കോൺകേവ് ലെൻസ് വെച്ചിരിക്കുന്നതിൻ്റെ താഴെ ഒരു ഗ്ലാസ് പ്ലേറ്റ് തിൻ ഫിലിം വെച്ചിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ എയർ ആണ് നമ്മൾ തൽക്കാലം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ എയർ ആയിരുന്നു, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. സോ ഡെൽ ഈസ് ഈക്വൽ ടു ഫൈനലി നമുക്ക് 2t എന്ന് എഴുതാം. ഈ 2t നമ്മൾ പിന്നീട് മാറ്റും കേട്ടോ, കാരണം മെറ്റീരിയൽ വേറെ മെറ്റീരിയൽ അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. അപ്പോൾ പിന്നെ 2 mu t തന്നെ ആവും. അപ്പോൾ തൽക്കാലം ഇവിടെ എയർ ആയതുകൊണ്ട് നമ്മൾ 2t എന്ന് എടുക്കുന്നതേ ഉള്ളൂ, പിന്നീട് അത് മാറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കൊസൈൻ ലോയ്ക്കകത്ത് ഒരു കാര്യവും കൂടെ ആഡ് ചെയ്യണമായിരുന്നു. എന്തായിരുന്നു? ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു പാത്ത് ഡിഫറൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? 2t പ്ലസ് λ/2 ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലെക്ചേഴ്സിനകത്തൊന്ന് നോക്കുക, അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി ഡെല്ല് കിട്ടി. ഡെൽ ഇസ് ഈക്വൽ ടു 2t പ്ലസ് λ/2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ തന്നെ കമ്പയർ ചെയ്യുക. കണ്ടീഷൻ ഫോർ ഡാർക്കും കണ്ടീഷൻ ഫോർ ബ്രൈറ്റും. 2t പ്ലസ് λ/2 ഇസ് ഈക്വൽ ടു n ലാംഡ എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രൈറ്റിൻ്റേത് കിട്ടും. 2n പ്ലസ് 1 λ/2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം ഡാർക്കിൻ്റെ കണ്ടീഷൻ കിട്ടും. പിന്നെ അപ്പം ഇവിടെ 2t ഇസ് ഈക്വൽ ടു n ലാംഡ മൈനസ് λ/2 കിട്ടി. 2t നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, r²/r ആണെന്നുള്ളത്. കാരണം റിംഗ് ആണല്ലോ, റിംഗ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് റേഡിയസ് ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2t മാറ്റിയിട്ട് r²/r കൊണ്ടുവന്നത്. സോ r²/r ഇസ് ഈക്വൽ ടു 2n മൈനസ് 1 λ/2 എന്ന് കിട്ടും. അങ്ങനെ അതിൽ നിങ്ങൾക്ക് r റേഡിയസും കിട്ടും, ഡയമീറ്ററിൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റിങ്ങിൻ്റെ ഡയമീറ്ററും കിട്ടി, റേഡിയസും കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ ഡാർക്കിൻ്റെയും കണ്ടീഷൻ നോക്കുന്നു. ഡാർക്കിൻ്റെ കേസിൽ റേഡിയസ് rn ലാംഡ എന്ന് കിട്ടും. ഡയമീറ്റർ എന്ന് പറയുന്നത് √4r(n ലാംഡ എന്ന് പറഞ്ഞിട്ടും കിട്ടും. കണ്ടോ? അപ്പം നമുക്ക് ആ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, തിൻ ഫിലിം പഠിച്ചതുപോലെ തന്നെയാണ്, ചെറുതിയ ഒരു മാറ്റം വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇതിന് 2 ആപ്ലിക്കേഷൻ ഉണ്ട്. രണ്ടും ചോദിക്കണം എന്നില്ല. നമുക്ക് ഒന്നെങ്കിൽ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ മാക്സിമ മിനിമ കണ്ടീഷൻ വരെ, ഡാർക്ക് ബ്രൈറ്റിൻ്റെ കണ്ടീഷൻ വരെ കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എടുത്ത് ചോദിക്കും. വേവ് ലെങ്ത് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എടുത്ത് ചോദിക്കും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം ന്യൂട്ടൺസ് റിംഗ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. രണ്ടും പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് നോക്കുന്നത് എങ്ങനെയാണ്? വേവ് ലെങ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് അപ്പാരറ്റസ് തന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു അറിയാത്തൊരു ലൈറ്റ് സോഴ്സ് ആയിരിക്കും. അപ്പം നമുക്കിതിൻ്റെ വേവ് ലെങ്ത് ഒന്നും അറിഞ്ഞുകൂടാ. നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ പെർഫോം ചെയ്യണം. പെർഫോം ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈറ്റ് സോഴ്സിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ലൈറ്റ് ഏതാണെന്ന് അറിയാമല്ലോ. അതാണ് വേവ് ലെങ്ത് ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്കിൻ്റെയും ബ്രൈറ്റിൻ്റെയും കണ്ടീഷൻ എടുത്തല്ലോ റിങ്ങിൻ്റെ, അതാണ് വേണ്ടത്. അപ്പം നമ്മൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ട് എടുക്കുക ഡാർക്ക് ആയിരിക്കും. കാരണം ബ്രൈറ്റിനകത്ത് ഡിനോമിനേറ്റർ ടേംസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ കാൽക്കുലേഷനൊക്കെ ഇച്ചിരി കൂടെ പാടായിരിക്കും. പക്ഷേ ഡാർക്കിനകത്ത് നമുക്ക് ഡിനോമിനേറ്റർ ടേംസ് ഒന്നും വരുന്നില്ല, ഒറ്റ ടേം ആയിട്ടല്ലേ ഡാർക്കിൻ്റെ റേഡിയസും ഡയമീറ്ററും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡാർക്ക് എടുത്തിട്ട് ചെയ്യുക, കാരണം ചെയ്യാൻ എളുപ്പമായതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുക? ഒരു 2 റിങ്ങുകൾ, ഡാർക്ക് റിങ്ങുകൾ കൺസിഡർ ചെയ്തു, nth റിങ്ങും mth റിങ്ങും. അതിൻ്റെ ഡയമീറ്റർ നമ്മൾ എഴുതുക. വേർ n ഈസ് ഗ്രേറ്റർ ദാൻ m ആണ് കേട്ടോ. ഇപ്പം n മൂന്നാമത്തേതാണെങ്കിൽ m രണ്ടാമത്തേതായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. n ആണ് വലുത്, m ചെറുതാണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡയമീറ്ററിന്റെ സ്ക്വയർ, എന്ത് റിങ്ങിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 4r n ലാംഡയാണ്. അതുപോലെ mത്തിന്റെ എന്ന് പറയുന്നത് 4r m ലാംഡയാണ്. രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് നോക്കുക. ഡി എൻ സ്ക്വയർ മൈനസ് ഡി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടും, അല്ല ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, കോമൺ എടുത്തു. 4r ലാംഡ കോമൺ ഉണ്ട്, n മൈനസ് എം വന്നു. ഇതിൽ നിന്ന് ലാംഡ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം റീഅറേഞ്ച് ചെയ്യുക. സോ ലാംഡ കിട്ടിയല്ലോ. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കണ്ടുപിടിച്ച റിംഗ് ആണല്ലോ, സോ അതിന്റെ ഡയമീറ്റർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റേഡിയസ് ഓഫ് ദി മെറ്റീരിയൽ, നിങ്ങൾക്ക് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ റേഡിയസ് നിങ്ങൾക്കറിയാം. എന്നും എമ്മും എന്താണെന്നറിയാം. n 2 ആണോ, n 3 ആണോ, 4 ആണോ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേവ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കേസിലാണ് നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ പ്ലാനോ കോൺകേവ് ലെൻസും താഴെ വെച്ചിരിക്കുന്ന തിൻ ഫിലിമിന്റെ ഇടയിൽ ആദ്യം എയർ ആയിരുന്നു ഇരിക്കുന്നത്. സപ്പോസ് നിങ്ങൾ അതിന്റെ ഇടയിൽ വല്ല ലിക്വിഡോ എന്തെങ്കിലും കയറ്റി വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കയറ്റി വെക്കുന്ന സാധനത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മെറ്റീരിയൽ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ നമ്മളോട് പറയത്തില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കും, മെറ്റീരിയൽ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡിനെ ഈ ലെൻസിന്റെ ഇടയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡ് ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അറിയത്തില്ല, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മ്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം നേരത്തെ നമ്മൾ 2t എന്ന് കൺസിഡർ ചെയ്തെടുത്ത് ഇപ്പം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്, 2μt എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം. കണ്ടോ, കാരണം അവിടെ എയർ ആയതുകൊണ്ട് μ1 ആയിട്ട് എടുത്ത് 2t ആക്കി. ഇവിടെ പക്ഷേ μ ഉണ്ട്. ഇവിടെയും നമ്മൾ ഡാർക്കിന്റെ കണ്ടീഷനാണ് എടുക്കുന്നത് ചെയ്യാൻ എളുപ്പത്തിന്. സോ 2μt is equal to n ലാംഡ എന്ന് പറഞ്ഞ കണ്ടീഷൻ എടുക്കുന്നു. ഇവിടെ 2t എന്ന് പറയുന്നത് rn സ്ക്വയർ ബൈ r, r സ്ക്വയർ ബൈ r ആണെന്നുള്ളത് നമുക്കറിയാലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതിൽ നിന്ന് മ്യൂ rn സ്ക്വയർ ഇസ് ഈക്വൽ ടു rn ലാംഡ എന്ന് കിട്ടി. rn സ്ക്വയർ ഇസ് ഈക്വൽ ടു rn ലാംഡ ബൈ മ്യൂ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാം? അപ്പം നമ്മൾ ആദ്യം എയർ വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഒരു ഡയമീറ്റർ ഒക്കെ കിട്ടുമല്ലോ, റിങ്ങിന്റെ ന്യൂട്ടൺസ് റിങ്ങിന്റെ ഡയമീറ്റർ കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് രണ്ടാമതാണല്ലോ നമ്മൾ ഈ ലിക്വിഡ് വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പം കിട്ടുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കത്തില്ലേ? ഇപ്പൊ ഫസ്റ്റ് ന്യൂട്ടൺസ് റിങ്ങും സെക്കൻഡ് ന്യൂട്ടൺസ് റിങ്ങും നിങ്ങൾ നോക്കുവാണെങ്കിൽ എയർ വെച്ചിട്ട് ചെയ്യുമ്പം ഉള്ള ഡയമീറ്റർ ആയിരിക്കത്തില്ല. നിങ്ങൾ വാട്ടർ വെച്ചിട്ട് നോക്കുമ്പോൾ ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഡയമീറ്റർ വേരി ചെയ്യും. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ന്യൂ ഡയമീറ്റർ വിൽ ബി. ഫസ്റ്റ് ഡയമീറ്റർ എയർ വെച്ചിട്ടാവുമ്പോൾ ഡി എന്നും ഡി എമ്മും ആണ്. ഇപ്പം പുതിയ ലിക്വിഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഡി എൻ ഡാഷും ഡി എം ഡാഷും ആയി. ഇപ്പം ഡി എൻ ഡാഷിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4r n ലാംഡ ബൈ മ്യൂ ആയി. ഡി എം ഡാഷിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4r m ലാംഡ ബൈ മ്യൂ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി എൻ സ്ക്വയർ മൈനസ് ഡി എം സ്ക്വയർ ഡാഷ് നമ്മൾ നോക്കി. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ഡി എൻ സ്ക്വയർ മൈനസ് ഡി എം സ്ക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വേവ് ലെങ്ത് ഡിറ്റർമിനേഷന്. അതേ ബൈ ഇപ്പോഴത്തെ പുതിയത് ഡി എൻ ഡാഷ് സ്ക്വയർ മൈനസ് ഡി എം ഡാഷ് സ്ക്വയർ ചെയ്തു. ഓക്കെ, ഇതിനകത്ത് n മൈനസ് എമ്മും കട്ടായി. 4r ലാംഡ എല്ലാം കട്ടായി പോയി. അപ്പൊ നമുക്ക് എന്ത് വരും? മ്യൂ എന്ന് കിട്ടും. കണ്ടോ, അപ്പൊ നമുക്ക് ഇതിന് എന്തറിയാം? നമ്മൾ കണ്ടുപിടിക്കുന്ന ന്യൂട്ടൺസ് റിംഗ് ആയതുകൊണ്ട് നമുക്ക് എയർ വെച്ചിട്ടുള്ള ഡയമീറ്ററും അറിയാം, വാട്ടർ വെച്ചിട്ടുള്ള ഡയമീറ്ററും അറിയാം. അപ്പൊ ഡയമീറ്ററുകളെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ പോരെ, നമുക്ക് ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അതുവഴി നമുക്ക് ആ മീഡിയത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ ന്യൂട്ടൺസ് റിംഗിന്റെ. ഓക്കെ, ഓക്കെ, അടുത്തത് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് എയർ ബഡ്ജ് ആണ്. എയർ ബഡ്ജും ഇതുപോലെ എയർ ബഡ്ജിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം എയർ ബഡ്ജിൻ്റെ ഇതുപോലെ നമ്മുടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്, പിന്നെ മാക്സിമം മിനിമ കണ്ടീഷൻ, ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. എയർ ബഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തിൻ ഗ്ലാസ് പ്ലേറ്റ് എടുക്കുന്നു. അതിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എന്താ വെക്കുക? ഒരാളെ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്തു, മറ്റേയാളെ അതിന് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, അത് ഏത് ആംഗിൾ ആവാം, ഒരു പർട്ടിക്കുലർ ആംഗിൾ. നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ അറിയാം, L1 L2 എന്ന് പറയുന്ന രണ്ട് ഗ്ലാസ് പ്ലേറ്റുകളുണ്ട്. അതിനൊരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വരും? ഒരു സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ സ്പേസിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഈ സ്പേസിൻ്റെ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്ററോ എന്തെങ്കിലുമൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് എയർ ബഡ്ജിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. സെയിം ആണ്, ലൈറ്റ് വന്ന് വീഴുന്നു, ഇന്റർഫിയർ.
സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, നമുക്കറിയാം ഓൾറെഡി കൊസൈനിലോ അറിയാം ഡെൽ ഇസ് ഈക്വൽ ടു 2 mu t cos r ആണെന്നറിയാം. പിന്നെ ഒരാൾ അകത്തുനിന്ന് കയറി ഇറങ്ങി വരുന്നത് കൊണ്ട് ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം കൊസൈൻ ലോനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t cos r പ്ലസ് ലാംഡ ബൈ 2 എന്ന് എഴുതാം. പിന്നെ ഇവിടെയും ലൈറ്റ് നേരെ വന്ന് വീഴുന്നത് കൊണ്ട് നോർമലിന് നേരെയാണ് അല്ലേ, ഇൻസിഡന്റ് പാരലൽ ആയിട്ടാണ് നോർമലിന് നേരെ വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഐയും ആറും ഇവിടെ ഇസ് ഈക്വൽ ടു 0. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എല്ലാം 0 ആണ്. സോ കോസ് ആർ എന്ന് പറയുന്നത് കോസ് 0 ആവും, കോസ് 0 എന്ന് പറയുന്നത് 1 ആവും. ഓക്കെ, സോ ഡെൽ ഇസ് ഈക്വൽ ടു 2 mu t പ്ലസ് ലാംഡ ബൈ 2 എന്ന് കിട്ടും. ഇനി ഇവിടെ വരുന്ന ഏക ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ തിക്നെസ്സിനെ നമുക്ക് ടി എന്നങ്ങ് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പം തിക്നെസ്സിന് വേരിയേഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെ ചെല്ലുമ്പോഴത്തേന് തിക്നെസ് എന്താ ട്രയാങ്കുലർ ഷേപ്പിലാണ് അല്ലേ, തിക്നെസ് കൂടി വരുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തിക്നെസ് കുറഞ്ഞു വരുക എന്ന് പറയാം. അതുകൊണ്ട് നമുക്കൊരു കോമൺ ടി എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നു. ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിനകത്തുനിന്ന് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടി ബൈ എക്സ് എന്ന് നമ്മൾ എഴുതി. ഇവിടുന്ന് തിക്നെസ്സിന് നമ്മളൊരു ടേം കണ്ടുപിടിക്കുന്നു. തിക്നെസ് ടി ഇസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ ഈ ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. സോ ഡെൽ ഇസ് ഈക്വൽ ടു 2 mu x ടാൻ തീറ്റ പ്ലസ് ലാംഡ ബൈ 2. ഇത്രയേ ഉള്ളൂ വേരിയേഷൻ എന്ന് പറയുന്നത്. ഒറ്റൊരു ഫിലിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സിംഗിൾ തിക്നെസ് പറയാം. പക്ഷെ ഇവിടെ രണ്ട് ഫിലിമിനെ നമ്മൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കോമൺ തിക്നെസ് ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ടി എന്ന് പറയുന്നത് ടാൻ തീറ്റയ്ക്കും എക്സിനും അല്ലേ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇതിനൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു. അടുത്തത് ബ്രൈറ്റും ഡാർക്കിന്റെയും കണ്ടീഷൻ. ഓൾറെഡി ബ്രൈറ്റിന് നമുക്കറിയാം ലാംഡ ഇസ് ഈക്വൽ ടു ഡെൽ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ആയിരിക്കണം. ഡാർക്കിന്റെ ഡെൽ ഇസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 ആയിരിക്കണം. ഇതും നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 mu x tan theta പ്ലസ് ലാംഡ ബൈ 2 ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് 2 mu x tan theta ഇസ് ഈക്വൽ ടു എൻ ലാംഡ മൈനസ് 2 എൻ ലാംഡ മൈനസ് ലാംഡ ബൈ 2 എന്ന് കിട്ടും. 2 mu x tan theta ഇസ് ഈക്വൽ ടു 2n-1 ഇൻറ്റു ലാംഡ ബൈ 2. ഇതാണ് കണ്ടീഷൻ ഫോർ എന്താ ബ്രൈറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ. അതേപോലെ നമുക്ക് ഡാർക്കിന്റെ കണ്ടീഷനും ചെയ്യാം. അപ്പൊ 2 mu x tan theta ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് കിട്ടി. അപ്പൊ ആപ്ലിക്കേഷൻ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാർക്കിന്റെ കണ്ടീഷൻ ആയിരിക്കും. കാരണം ബ്രൈറ്റിനെക്കാട്ടിലും ഒന്നും കൂടി കാൽക്കുലേഷൻ എളുപ്പം കിട്ടാൻ നമുക്ക് ഡാർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ എന്തായിരുന്നു, നമ്മൾ ആ വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിമിന്റെ ഇടയിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തിക്നെസ് മെഷർ ചെയ്യണം. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരു ടേമും കൂടി അറിയണം, ഫ്രിഞ്ച് വിഡ്ത്ത്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒന്നെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ബ്രൈറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ഡാർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മൾ ഡാർക്ക് ആയിരിക്കും എടുക്കുന്നത് കാരണം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം ഡാർക്ക് ആണല്ലോ. അപ്പം നമുക്കറിയാം 2 mu x tan theta ഇസ് ഈക്വൽ ടു എൻ ലാംഡയാണ് ഡാർക്ക് കിട്ടാനുള്ള കണ്ടീഷൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താ ഡാർക്കിന്റെ തിക്നെസ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ 2 mu tan theta എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഡാർക്കിന്റെ ആണ് എക്സ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാംഡ ബൈ 2 mu tan theta എന്ന് എഴുതി. സെക്കൻഡ് ആണെങ്കിൽ എന്നിന്റെ അവിടെ 2 ഇട്ട് കൊടുക്കും, 2 ലാംഡ ബൈ 2 mu tan theta എന്ന് കിട്ടും. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കോൺസിക്യൂട്ടീവ് ഡാർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ x2 മൈനസ് x1. അപ്പം x2 മൈനസ് x1 ചെയ്യുമ്പോൾ 2 ലാംഡ ബൈ 2 mu tan theta മൈനസ് ലാംഡ ബൈ 2 mu tan theta എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ ബൈ 2 mu tan theta. അപ്പം ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 mu tan theta എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ വേണ്ടത്, തിക്നെസ് ആ വേണ്ടത്. ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടി ബൈ എക്സ്, തിക്നെസ് ബൈ എക്സ് ആണെന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 mu ടാൻ തീറ്റയ്ക്ക് പകരം ടി ബൈ എക്സ് എന്നിട്ട് കൊടുത്തു. ഇതിൽ നിന്ന് റെസിപ്രോക്കൽ റീഅറേഞ്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് തിക്നെസ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ എക്സ് ലാംഡ എക്സ് ബൈ 2 mu ബീറ്റ എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് തിക്നെസ് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ലൈറ്റ് സോഴ്സിന്റെ വേവ് ലെങ്ത് നമുക്കറിയാം.
മ്യൂ എന്ന് പറയുന്നത് നമ്മൾ വെച്ചിട്ടുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വെഡ്ജിന്റെ ലെങ്ത് നമുക്കറിയാം, എക്സ് എന്ന് പറയുന്നത് വെഡ്ജിന്റെ ലെങ്ത് ആണ്. ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് നമുക്കറിയാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തിക്നെസ്, ഇതിൽ നിന്നൊക്കെ ന്യൂമറിക്കൽസ് ചോദിക്കാം കേട്ടോ. ന്യൂട്ടൺസ് റിങ്ങിനകത്തു നിന്നാണെങ്കിലും എയർ വെഡ്ജിനകത്തു നിന്നാണെങ്കിലും നമുക്ക് ഈക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കും. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ന്യൂമറിക്കൽസും ചോദിക്കാൻ ഡെറിവേഷനും ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചോളൂ കേട്ടോ. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗും നമ്മുടെ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗിൾ സ്ലിറ്റ് ആയിരുന്നു പഠിച്ചത് അല്ലേ? നമുക്ക് ഒരു സ്ലിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുവഴിയുള്ള ഡിഫ്രാക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എന്താ പ്രശ്നം? ഗ്രേറ്റിംഗ് ആണ്. നിങ്ങൾ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗ്രേറ്റിംഗ്, ഒരു ഗ്ലാസ് പോലുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഗ്രേറ്റിംഗിന്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ഒരുപാട് എന്തുണ്ട്, സ്ലിറ്റുകൾ അല്ലെ, നമ്പർ ഓഫ് ലൈൻസസ് ഉണ്ട്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഒരു സീരീസ് ഓഫ് സ്ലിറ്റുകളായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫ്രാൻഹോഫറിനകത്ത് ഒരു സിംഗിൾ സ്ലിറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു സീരീസ് ഓഫ് സ്ലിറ്റുകളായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അതേ കണ്ടോ, ഇതിനെ ഞാനൊന്ന് സൂം ചെയ്തിട്ട് സ്ലിറ്റുകളെ മാത്രം ഇങ്ങോട്ടൊന്ന് വരച്ചു വെച്ചിരിക്കുവാണ് ഇത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു സ്ലിറ്റ്, അത് കഴിയുമ്പോൾ ഒരു ഒപ്പേക്ക് മീഡിയം, അത് കഴിഞ്ഞ് പിന്നെയും സി ഡി എന്ന് പറയുന്ന ഒരു സ്ലിറ്റ്. കണ്ടോ, അപ്പൊ രണ്ട് സ്ലിറ്റുകൾ മാത്രമേ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ കുറേ സ്ലിറ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, S1 S2 S3 എന്ന് പറഞ്ഞിട്ട് കുറേ കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്ത് വരച്ചിരിക്കുക. അപ്പൊ എന്താ, ഇവിടെ എ ബി ഇസ് എ ഫസ്റ്റ് സ്ലിറ്റ്, അത് കഴിഞ്ഞ് ബി സി എന്ന് പറയുന്ന ഒരു ഒപ്പാക്ക് മീഡിയം, അത് കഴിഞ്ഞ് അഗെയിൻ സി ഡി എന്ന് പറയുന്ന വേറൊരു സ്ലിറ്റ്, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ റേസ് ഫ്രം കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് ആൻ അഡ്ജസന്റ് സ്ലിറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദേ കണ്ടോ, കറസ്പോണ്ടിങ് പോയിന്റുകൾ. ഇപ്പം ഈ ഒരു സ്ലിറ്റ് എടുക്കുക, എ ബി എന്ന് പറയുന്ന സ്ലിറ്റിന്റെ ഫസ്റ്റ് പോയിന്റ് എ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. എയിൽ നിന്ന് ഒരു വേവ് പോകുന്നു. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അടുത്ത രണ്ടാമത്തെ നമ്മുടെ സ്ലിറ്റ് ഏതാ? സി ഡി. സി ഡിയിലെ ഫസ്റ്റ് പോയിന്റ് ഏതാ? സി. അവിടുന്ന് ഒരു വേവ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനിയും അതല്ല, നമ്മൾ ഈ സ്ലിറ്റിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ എയുടെ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സി ഡിയിൽ ഒരു പോയിന്റ് കാണും. അപ്പൊ ഇവിടുന്ന് പോകുന്ന രണ്ട് വേവ്സുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ റേസ് ഫ്രം കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് അഡ്ജസന്റ് സ്ലിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ പാത്ത് ഡിഫറൻസ് ഒരുപാട് തവണ കണ്ടുപിടിച്ചതാ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളിപ്പോൾ ഫ്രാൻഹോഫർ സിംഗിൾ സ്ലിറ്റ് പഠിച്ചപ്പോൾ തന്നെ ഉള്ള കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാം. ദേ കണ്ടോ, എയിൽ നിന്നൊരു വേവ് പോകുന്നു, സിയിൽ നിന്നൊരു വേവ് പോകുന്നു, രണ്ടുപേരും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്താ? ഈ ഒരു ലൈന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഈ ഒരു പെർപെൻഡിക്കുലർ AF എന്ന് പറയുന്ന ഈ ഒരു പെർപെൻഡിക്കുലറിന് ശേഷം ഇവർ രണ്ടുപേരും സെയിം ഫേസിലായിരിക്കും പോവുക. എവിടെയാണ് ഒരു ഡിഫറൻസ് വന്നത്? ആകെ ഈ ഒരു ഭാഗത്താണ് ഡിഫറൻസ് വന്നത് അല്ലേ? അപ്പൊ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? CF ആണ് പാത്ത് ഡിഫറൻസ്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, CF. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഈ പാത്ത് ഡിഫറൻസ് CF എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇൻ ട്രയാങ്കിൾ ACF നമ്മൾ സൈൻ തീറ്റ കൺസിഡർ ചെയ്യും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ CF, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ AC. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു CF ബൈ AC കിട്ടും. ഇതിൽ നിന്ന് പാത്ത് ഡിഫറൻസ് CF ഇസ് ഈക്വൽ ടു AC സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടം വരെ നമുക്കറിയാം. ഇനി നമുക്ക് ഗ്രേറ്റിംഗിന്റെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഗ്രേറ്റിംഗിന്റെ പ്രത്യേകത എന്താ? ഒരുപാട് നമ്പർ ഓഫ് സ്ലിറ്റ്സുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട് അല്ലെ? നിങ്ങൾ ആ ഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ സ്ക്വയർ ഒരു പീസ് ഓഫ് ഗ്ലാസ് ആണ്, അതിലിങ്ങനെ ബ്ലാക്കിലൊരു കോട്ടിങ് പോലെ ഒരു ബ്ലാക്ക് കോട്ടിങ് കാണാൻ പറ്റും. ഇതിന്റെ ഇടയിൽ ഗ്ലാസസ് ആണ്. ആ ഗ്ലാസസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം, 600 ലൈൻസ് പെർ നാനോമീറ്റർ, അങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം അല്ലെ? അപ്പൊ എന്താ ഗ്രേറ്റിംഗിന്റെ പ്രത്യേകത? ഇറ്റ് ഹാവ് എ നമ്പർ ഓഫ് ലൈൻസ് അല്ലെ? ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രേറ്റിംഗിന്റെ ആ ഒരു ഐഡന്റിറ്റിനെ നമുക്ക് ഇവിടെ പറയാം.
ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രേറ്റിംഗിന്റെ ഐഡന്റിറ്റിനെ ഇവിടെ പറയാം. എന്താ ഗ്രേറ്റിംഗിന്റെ ഐഡന്റിറ്റി? ലെറ്റ് n ബി ദ നമ്പർ ഓഫ് സ്ലിറ്റ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ n നമ്പർ ഓഫ് സ്ലിറ്റ്സ് ഉണ്ട്. ഒരു യൂണിറ്റ് ലെങ്ത് നമ്മൾ ഗ്രേറ്റിംഗിന്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? n നമ്പർ ഓഫ് സ്ലിറ്റുകൾ. ആ n എന്ത് വേണമെങ്കിലും ആകാം അല്ലെ, അത് ഓരോ ഇൻസ്ട്രുമെന്റിനനുസരിച്ചിട്ട് നമുക്ക് പറയും. ചിലപ്പോൾ 600 നാനോമീറ്റർ, അങ്ങനെ അങ്ങനെ ഓരോ ഗ്രേറ്റിംഗ് ഗ്ലാസിനകത്ത് നമുക്കത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനറൽ ആയിട്ട് n നമ്പർ ഓഫ് സ്ലിറ്റ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് എഴുതി. ഓക്കെ, ഇനിയും നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ദേ കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ ടു സി, ഇതിനെ ഞാൻ ഡി ആയിട്ട് കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലിറ്റിങ്ങിന്റെ ഫസ്റ്റ് സ്ലിറ്റിന്റെ സ്റ്റാർട്ടിങ് ടു രണ്ടാമത്തെ സ്ലിറ്റിങ്ങിന്റെ സ്റ്റാർട്ടിങ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ വിത്ത് ഒപ്പേക്ക് മീഡിയവും കൂടെ കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു? ഡി ആയിട്ട് കൺസിഡർ ചെയ്തു. സോ എ സി ഇസ് ഈക്വൽ ടു ഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞ, ഒരു യൂണിറ്റ് ലെങ്ത് നമ്മൾ എടുത്തു, സ്ലിറ്റ് വിഡ്ത്ത് നമ്മൾ എടുത്തു, അതെന്ന് പറയുന്നത് ഡി ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? there are n number of slits per unit length. യൂണിറ്റ് ലെങ്തിൽ n number of slits ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ സി ഇസ് ഈക്വൽ ടു ഡി ആണ്, n number of slits per unit length ആണ്. സോ എ സി ഇസ് ഈക്വൽ ടു ഡി ഇസ് ഈക്വൽ ടു 1/n എന്ന് നമുക്ക് എഴുതാം അല്ലെ. എഴുതാം 1/n എന്ന് എഴുതി. ഓക്കെ, therefore നമുക്ക് ഇനി എന്ത് ചെയ്യാം? സി എഫ് ഇസ് ഈക്വൽ ടു എ സി സൈൻ തീറ്റ ആണല്ലോ. എ സിനെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു 1/n. കാരണം നമുക്ക് ഇങ്ങനെ ആൽഫബറ്റ്സ് ആയിട്ട് ഇട്ട് വെക്കാൻ പറ്റത്തില്ല അല്ലെ. എ സി ബി ഡി അങ്ങനെയൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ എ സിക്ക് പകരം 1/n സൈൻ തീറ്റ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? കണ്ടോ, അപ്പൊ എയിൽ നിന്നും ഒരു വേവ് പോയി, സിയിൽ നിന്നും ഒരു വേവ് പോയി. ഇവരുടെ പാത്ത് ഡിഫറൻസ് സി എഫ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും ഇവർ ചെന്ന് മീറ്റ് ചെയ്യുന്നത് കണ്ടോ, ഇവിടുത്തെ ഈ പി പോയിന്റിലാണ് ഇവർ ചെന്ന് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇവർ എന്താ ചെയ്യുന്നത്? ഒരു മാക്സിമയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഇന്റർഫിയർ ചെയ്തിട്ട് ഇവിടെ ഒരു മാക്സിമ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇന്റർഫറൻസിലെ പഠിച്ചു. എന്താ ഇവിടെ നമ്മൾ സംഭവിക്കാം? മാക്സിമം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്ത് ഡിഫറൻസിനെ നമ്മൾ എന്തുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? n ലാംഡയുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ഫോർ ദ nth മാക്സിമ പാത്ത് ഡിഫറൻസ് ഈസ് n ലാംഡ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്തായിരുന്നു? 1/n സൈൻ തീറ്റ. സോ 1/n സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു n capital N lambda. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ n-ന് 1, 2, 3 കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ മാക്സിമകൾ കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മാക്സിമയുടെ ആംഗിൾ കിട്ടും. അങ്ങനെ 2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ്. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് റിസോൾവിങ് പവർ ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഒരുപാടൊന്നും ഡെറിവ് ചെയ്യാനില്ല, ഡെറൈവ് ചെയ്തെടുക്കാനില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോൾവിങ് പവർ എന്ന് എന്താ മീൻ ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നമ്മൾ 2 വേവ് ലെങ്ത്തുകൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ലാംഡ എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത്തും ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത്തും, 2 ഡിഫറെന്റ് വേവ് ലെങ്ത്തുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈ ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് വരുന്നു, അത് ഡിഫ്രാക്ഷൻ നടക്കുന്നു, നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിൽ എന്താ ഒരു പാറ്റേൺ കിട്ടുന്നു അല്ലേ. ഇതേ സെയിം ആയിട്ടുള്ള സ്ലിറ്റിൽ കൂടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്തത് ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് പറയുന്ന വേറൊരു ലൈറ്റ് സോഴ്സിനെ കടത്തിവിടുന്നു. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കത്തുള്ളൂ. ഒരു 500 നാനോമീറ്റർ ആയിരിക്കാം ലാംഡ, ഒരു 600 നാനോമീറ്റർ ആയിരിക്കാം ലാംഡ പ്ലസ് ഡി ലാംഡ. ചെറിയൊരു വ്യത്യാസം അല്ലെ, ഒരു 100 നാനോമീറ്ററിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പം ഡിഫ്രാക്ഷൻ രണ്ടും നടത്തുന്നത് 2 രീതിയിലായിരിക്കുമല്ലോ, പാറ്റേൺസ് 2 രീതിയിലായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് സ്ക്രീനിൽ വന്നിട്ട് രണ്ടിന്റെയും പാറ്റേൺസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ലാംഡയുടെ പാറ്റേണും കിട്ടുന്നുണ്ട്, ലാംഡ പ്ലസ് ഡി ലാംഡയുടെ പാറ്റേണും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇതിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റണം. അതാണ് നമ്മുടെ റിസോൾവിങ് പവർ എന്ന്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് വന്നിങ്ങനെ മെർജ് ചെയ്ത് കിടക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രണ്ടിനെയും
സെപ്പറേറ്റ്ലി സ്റ്റഡി ചെയ്യുക പോസിബിൾ അല്ല. അപ്പോൾ ഇതാണ് റെയ്ലേസ് ക്രൈറ്റീരിയ പറയുന്നത്, മിനിമം കണ്ടീഷൻ ഫോർ ഒബ്സർവിങ് 2 ഡിഫറെൻറ്റ് പാറ്റേൺസ്. ഓക്കെ, അതാണ് റെയ്ലേസ് ക്രൈറ്റീരിയ പറയുന്നത്. ഇപ്പോൾ ദേ എന്താ റെയ്ലേസ് ക്രൈറ്റീരിയയുടെ ആ ഒരു മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ കണ്ടോ, ഞാനിവിടെ ഫിഗറിൽ റെഡ് കളറിൽ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളറിൽ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് റെഡിനെ നമ്മൾ ലാംഡയുടെ ഡിഫ്രാക്ഷൻ പാറ്റേണും ബ്ലൂവിനെ നമ്മൾ ലാംഡ പ്ലസ് ഡി ലാംഡയുടെ ഡിഫ്രാക്ഷൻ പാറ്റേണുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവണം. ഈ ഒരു ഡിഫറൻസ് എങ്കിലും മിനിമം മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ രണ്ടുപേരെയും റിസോൾവ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും ചെറിയ ഒരു ഡിഫറൻസ് ആണ് ഇവരെ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ മെർജ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക, നമുക്ക് ഇവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്താ ഈ ഒരു കണ്ടീഷൻ പറയുന്നത്? നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ദേ കണ്ടോ, ഈ റെഡിന്റെ സെൻട്രൽ മാക്സിമയിലാണല്ലോ ദേ നമ്മുടെ ബ്ലൂവിന്റെ മിനിമ വന്ന് വീണിരിക്കുന്നത്, ഫസ്റ്റ് മിനിമ വന്ന് വീണിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്ത് നോക്കിയാൽ ബ്ലൂവിന്റെ സെൻട്രൽ മാക്സിമയിലാണല്ലോ റെഡിന്റെ ഫസ്റ്റ് മിനിമ വന്ന് വീണിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു ആളുടെ സെൻട്രൽ മാക്സിമയിലായിരിക്കണം മറ്റേ ആളുടെ ഫസ്റ്റ് മിനിമ വന്ന് വീഴാൻ. അപ്പം ഫസ്റ്റ് മിനിമ തന്നെ വന്ന് വീഴണമെന്നില്ല കേട്ടോ, സെക്കൻഡ് മിനിമ ആയാലും തേർഡ് മിനിമ ആയാലും കുഴപ്പമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് മിനിമ എങ്കിലും ആയിരിക്കണം. അതിലും അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിസോൾവ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. ഇതാണ് റെയ്ലേസ് ക്രൈറ്റീരിയയും നമ്മുടെ റിസോൾവിംഗ് പവർ എന്നും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ റിസോൾവിംഗ് പവറിന്റെ ഇക്വേഷൻ എന്താ? ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ലാംഡ ബൈ ഡി ലാംഡ എന്ന് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇതിന് നമുക്കൊരു ജനറൽ ഇക്വേഷൻ കൊണ്ടുവരണം അല്ലേ? അപ്പം ഇതിവിടെ ഒരു ഡെറിവേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് എങ്ങനെ വന്നു, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ഡെറിവേഷൻ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് അത് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഒരാളുടെ സെൻട്രൽ മാക്സിമയിൽ മറ്റേ ആളുടെ മിനിമ വന്ന് വീഴണം, ഫസ്റ്റ് മിനിമ വന്ന് വീഴണം, അതല്ലേ നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വേവ് ലെങ്ത്, ഇപ്പൊ ലാംഡയുടെ മാക്സിമയാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ലാംഡ പ്ലസ് ഡി ലാംഡയുടെ മിനിമ കൺസിഡർ ചെയ്യും. രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നത്? ഒരാളുടെ മുകളിൽ ഒരാൾ വന്ന് വീഴും, അങ്ങനല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പൊ രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യും, അതാണ് നമ്മുടെ പർപ്പസ് ഇവിടെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരാളുടെ മിനിമ കൺസിഡർ ചെയ്യുക, മറ്റേ ആളുടെ മാക്സിമ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ ലാംഡയുടെ മിനിമയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. nth ഓർഡർ മിനിമ ഫോർ ലാംഡ ഈസ് ഗിവൺ ബൈ, ലാംഡ എന്ന് പറയുന്നതിന്റെ മിനിമയുടെ കണ്ടീഷൻ. അതിന്റെ മിനിമ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പാത്ത് ഡിഫറൻസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക അല്ലെ? ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ. ഇത് ഒരു ഡെറിവേഷൻ ഇക്വേഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ പക്ഷേ ഇത് മനസ്സിലാക്കി വെക്കുക, nth ഓർഡർ മിനിമയുടെ കണ്ടീഷൻ ഫോർ ലാംഡ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനിയും nth ഓർഡർ മാക്സിമയുടെ കണ്ടീഷൻ, അത് ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. മാക്സിമയുടെ കണ്ടീഷൻ ഓർത്തിരിക്കാമല്ലോ, ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ അല്ലേ? ഇവിടെ ലാംഡ പ്ലസ് ഡി ലാംഡയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാളുടെ മിനിമയിൽ മറ്റൊരാളുടെ മാക്സിമ വന്ന് വീഴുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എൻ ലാംഡ പ്ലസ് എൻ ഡി ലാംഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെയുള്ള എൻ ലാംഡയും ഈ എൻ ലാംഡയും കൂടെ എന്തായി പോവും? കട്ട് ചെയ്തു പോവും. പിന്നെ എന്താ ഉണ്ട്? ലാംഡ ബൈ ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു എൻ ഡി ലാംഡ എന്ന് കിട്ടും. നമ്മൾ ഷഫിൾ ചെയ്യണം, നമുക്ക് ലാംഡ ബൈ ഡി ലാംഡ അല്ലേ റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ ഇവിടെ ഇരിക്കട്ടെ, ഡി ലാംഡനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിനെ അങ്ങോട്ട് കൊണ്ടുപോയി. സോ ലാംഡ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് കിട്ടും, വിച്ച് ഈസ് ദി റിസോൾവിംഗ് പവർ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ന്യൂമറിക്കൽ ചോദിക്കാൻ, ഡെറിവേഷൻ ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഇതിന്റെ ഈ ഒരു nth ഓർഡർ മിനിമം വന്നത് എവിടുന്ന, മാക്സിമം വന്നത് എങ്ങനെ, അതിന് വേറൊരു ഡെറിവേഷൻ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ്, നമുക്കതിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് ടോപ്പിക്ക് ഡിസ്പെർസീവ് പവർ. ഡിസ്പെർസീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗറിലോട്ട് നോക്കിക്കോ. നമ്മളൊരു സ്ലിറ്റ് എടുക്കുന്നു, ദേ കണ്ടോ, ഇവിടെ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട്. ആദ്യം നമ്മളൊരു ലാംഡ വേവ് ലെങ്തിനെ ഇതുവഴി കടത്തി വിട്ടു. ഓക്കെ, ഇവിടെ ഡിഫ്രാക്ഷൻ നടന്നു. നമുക്ക് ലാംഡയുടെ എന്താണ്, ഇവിടെ ഞാൻ ലാംഡ എന്ന് കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടാണ് ഇത് വന്ന് വീണ് നമുക്ക് ഇവിടാണ് പാറ്റേൺ കിട്ടിയത്.
ഓക്കെ. ഇനിയിപ്പം ലാംഡ പ്ലസ് ഡി ലാംഡാനെ ഞാൻ സെയിം പാത്തിലൂടെ കയറ്റി വിട്ടു. ഇപ്പൊ ലാംഡ ഒരു 500 നാനോമീറ്റർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 510 അല്ലെങ്കിൽ ഒരു 600 നാനോമീറ്റർ, അതാണ് ലാംഡ പ്ലസ് ഡി ലാംഡ. ചെറിയൊരു വേരിയേഷൻ ഉള്ള പുതിയൊരു വേവ് ലെങ്തിനെ കൂടിയിട്ട് നമ്മൾ കൊടുത്തു. സോ അതെന്താ ഡിഫറെൻ്റ് ആയിട്ടല്ലേ ഡിഫ്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കും നമുക്ക് ലാംഡ പ്ലസ് ഡി ലാംഡയുടെ മാക്സിമം കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇവർ തമ്മിൽ ആ പൊസിഷൻ ഒരു വ്യത്യാസം വന്നില്ലേ, വേവ് ലെങ്തിന് ഒരു വ്യത്യാസം വന്നപ്പോൾ ഉണ്ടായ ആ പാറ്റേണിന്റെ പൊസിഷന് ഒരു വ്യത്യാസം വന്നു. ഇപ്പൊ നമ്മൾ ആ സെൻട്രയിൽ നിന്ന് ലാംഡയുടെ ആംഗിളിനെ തീറ്റ എന്നും ലാംഡയും ലാംഡ പ്ലസ് ഡി ലാംഡ തമ്മിലുള്ള ഡിഫറൻസിനെ ഞാൻ ഡി തീറ്റ, ആ ഒരു ചെറിയ ഡിഫറൻസിനെ ഞാൻ ഡി തീറ്റ എന്നും അങ്ങ് കൺസിഡർ ചെയ്യുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡിസ്പേഴ്സീവ് പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? റിസോൾവിംഗ് പവർ നമ്മൾ എഴുതിയതുപോലെ തന്നെ ഡിസ്പേഴ്സീവ് പവർ എത്രമാത്രം ഡിസ്പേഴ്സ് ആയി, വേവ് ലെങ്തിന് ചെറിയൊരു ഡിഫറൻസ് വന്നപ്പം ആ പാറ്റേണിന്റെ പൊസിഷനിൽ ഉണ്ടാവുന്ന ഡിസ്പേഴ്സീവ്, അത് ആ വേറിട്ട് നിൽക്കുന്നു അല്ലെ, ആ ഒരു ഡിസ്പേഴ്സീവ് പവർ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഡി ലാംഡ, ഓക്കെ, അവരുടെ ആംഗിളിനുള്ള വ്യത്യാസം ബൈ അവരുടെ ലാംഡ, അവരുടെ വേവ് ലെങ്തിലുള്ള വ്യത്യാസം, ദാറ്റ് ഈസ് ഡി തീറ്റ ബൈ ഡി ലാംഡ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ ചെയ്തു റിസോൾവിംഗ് പവറിന്റെ അവിടെ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ക്യാപിറ്റൽ എൻ ലാംഡ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഇക്വേഷനെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം ബോത്ത് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡി ബൈ വിത്ത് റെസ്പെക്ട് ടു ലാംഡ. ഓക്കെ. So d by d lambda of sin theta is equal to d by d lambda of n lambda. Okay. നമുക്കറിയാം d by d lambda of sin theta എന്താ? sin theta ഡിഫറൻഷ്യൽ cos theta, പിന്നെ തീറ്റേനെ നമ്മൾ ലാംഡയുടെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, d theta by d lambda എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇവിടെ എന്നും ക്യാപിറ്റൽ എന്നും കോൺസ്റ്റന്റുകളാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തെടുത്തു. എന്താ നമ്പർ എന്നും മറ്റേ ലെങ്ത്തും ഒക്കെ അല്ലേ, അപ്പൊ അത് കോൺസ്റ്റൻസ് അല്ലേ, അതുകൊണ്ട് അത് വെളിയിലെടുത്തു. ഡി ലാംഡ ബൈ ഡി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്, അപ്പൊ അതും അങ്ങ് പോയി. സോ നമുക്ക് എന്ത് കിട്ടി? റിസോൾവിംഗ് പവർ ഡി തീറ്റ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ക്യാപിറ്റൽ എൻ ബൈ കോസ് തീറ്റ ആയിരിക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, റിസോൾവിംഗ് പവർ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. അപ്പം അത് പഠിക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഫ്രാക്ഷൻ മൊഡ്യൂൾ തീർന്നു. നന്നായിട്ട് പഠിക്കുക. ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പഠിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു സെക്ഷൻ നന്നായിട്ട് പഠിക്കുക, മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. ഒന്നെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഇൻ്റർഫറൻസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇൻ്റർഫറൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഡിഫ്രാക്ഷനിൽ നിന്ന്, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ രണ്ടും കൂടെ ഫുൾ മൊഡ്യൂൾ പഠിക്കാതിരുന്നാൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ either ഡിഫ്രാക്ഷൻ പഠിക്കുക അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്ക് ക്ലിയർ ആക്കി പഠിക്കുക. ഓക്കെ. ഫിസിക്സിനകത്ത് മറ്റ് മൊഡ്യൂൾസ്, മറ്റ് സബ്ജക്ട്സിനെ സംബന്ധിച്ച് ഫിസിക്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നും അല്ല. നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് ഉണ്ടല്ലോ, ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ഓക്കെ. നോട്ട്സ് നന്നായിട്ടിരുന്ന് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. അത്രയും ചെയ്താൽ മതി, മാർക്ക് കിട്ടും. പിന്നെ എഴുതി പിടിപ്പിക്കാനുള്ളതൊക്കെ എഴുതി പിടിക്കുക, ഫിഗേഴ്സ് ഒക്കെ നന്നായിട്ട് വരയ്ക്കുക. ഇത്രയും. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷനകത്തുനിന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഇൻ്റർഫറൻസിന് കൊടുക്കുക. ഡിഫ്രാക്ഷനകത്തുനിന്ന് നോക്കേണ്ട കാര്യങ്ങൾ ഫ്രാൻഹോഫർ ആൻഡ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ, അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കുക. കാരണം അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങും ഡിസ്പേഴ്സീവ് പവറും ഒന്ന് നോക്കിക്കോളുക. പക്ഷേ ഇൻ്റർഫറൻസിനകത്ത് ആ 3 ഡെറിവേഷൻസ് നന്നായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഡിഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, എല്ലാം കൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, ന്യൂമറിക്കൽസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. താങ്ക് യു.